ഇപ്രകാരം വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തോടുകൂടെ വിശുദ്ധന്മാരോടുകൂടെ വലിയവനായ കർത്താവിനെ ആരാധിപ്പാൻ ദൈവം ഒരു അവസരം തന്നതോർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അധികം മുഖവരയിലേക്ക് ഞാൻ പോകുന്നില്ല, കാരണം സമയം പരമാവധി വിനിയോഗിക്കണമെന്നുള്ള ഒരാഗ്രഹമുള്ളത് കൊണ്ട്. എങ്കിലും ഇവിടെയുള്ള സഭ ഞങ്ങളോട് കാണിക്കുന്ന സ്നേഹത്തിനും കൂട്ടായ്മയ്ക്കും ഒക്കെ ആയിട്ടുള്ള നന്ദി അറിയിക്കുന്നു. ദൈവം പ്രിയപ്പെട്ടവരെ മാനിക്കട്ടെ. പ്രിയപ്പെട്ടവരെ കാണുവാൻ പ്രത്യേകിച്ച് ഒരു പേര് ഞാൻ കേട്ടു, എലൻ. എന്റെ മോളുടെ പേര് എലൻ. അപ്പൊ ഞാനിവിടെ ഒറ്റയ്ക്ക് വന്നപ്പോ ഒരു എലനും കൂടെ ഉണ്ടല്ലോ എന്നൊരു സന്തോഷം എനിക്ക് തോന്നി. ദൈവം സഹായിക്കട്ടെ. പ്രിയപ്പെട്ടവരൊക്കെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങളിങ്ങനെ ധ്യാനിച്ചപ്പോഴാണ് ഒരു വേദഭാഗം അത് ഞാൻ വായിച്ചിട്ട് എനിക്കത് എന്താണെന്നറിയത്തില്ല. അത് വായിച്ചപ്പോൾ എനിക്ക് കരച്ചിൽ വന്നു. എനിക്കറിയത്തില്ല അത് എന്തുകൊണ്ടാണെന്നുള്ളത്. അപ്പൊ ഇന്ന് എനിക്ക് ആ വേദഭാഗം തന്നെ, പക്ഷെ പിന്നീട് ഞാൻ വായിച്ചപ്പോൾ ഞാൻ അധികം കരഞ്ഞൊന്നുമില്ല. അന്ന് വായിച്ചപ്പോൾ എനിക്ക് കരച്ചിൽ വന്നു. ആ വേദഭാഗം സഭയായിട്ട് നമുക്കൊന്ന് വായിക്കാമെന്നാണ് ആഗ്രഹിക്കുന്നത്. ബ്രദർ, ക്യാൻ യു അണ്ടർസ്റ്റാൻഡ് മീ? Otherwise you read this, I shall tell the portion. No problem, brother. I just asked you. അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായം അതിന്റെ 36-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. 36 തുടങ്ങി 43 വരെയുള്ള വാക്യങ്ങൾ. ആക്ട്സ് ചാപ്റ്റർ 9 verse 36 up to verse 43. അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായം 36 മുതൽ 43 വരെയുള്ള വാക്യങ്ങൾ. സഹോദരങ്ങൾ, എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം. ഞാൻ മലയാളത്തിൽ ഞാൻ തന്നെ വായിച്ചോളാം. ഇംഗ്ലീഷിൽ ആരെങ്കിലും ഒരാൾ ഒന്ന് വായിക്കണം. അപ്പം ഞാൻ ആദ്യം മലയാളത്തിൽ ഞാൻ ആ വാക്യം വായിക്കുകയാണ്. എടുത്തു എന്ന് ഞാൻ കരുതുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായം ആക്ട്സ് ചാപ്റ്റർ 9 verse 36 onwards. യോപ്പയിൽ പേടമാൻ എന്ന അർത്ഥമുള്ള തബിത എന്നു പേരുള്ള ഒരു ശിഷ്യ ഉണ്ടായിരുന്നു. അവൾ വളരെ സൽപ്രവൃത്തികളും ധർമ്മങ്ങളും ചെയ്തു പോന്നവളായിരുന്നു. ആ കാലത്ത് അവൾ ദീനം പിടിച്ച് മരിച്ചു. അവർ അവളെ കുളിപ്പിച്ചൊരു മാളിക മുറിയിൽ കിടത്തി. ലുദ്ദ യോപ്പയ്ക്ക് സമീപമാകയാൽ പത്രോസ് അവിടെ ഉണ്ടെന്ന് ശിഷ്യന്മാർ കേട്ടു. നീ താമസിയാതെ ഞങ്ങളുടെ അടുക്കളോളം വരണമെന്ന് അപേക്ഷിപ്പാൻ 2 ആളെ അവന്റെ അടുക്കൽ അയച്ചു. പത്രോസ് എഴുന്നേറ്റ് അവരോടുകൂടെ ചെന്നു. എത്തിയപ്പോൾ അവർ അവനെ മാളിക മുറിയിൽ കൊണ്ടുപോയി. അവിടെ വിധവമാർ എല്ലാവരും കരഞ്ഞുകൊണ്ടും തബീത തങ്ങളോടുകൂടെ ഉള്ളപ്പോൾ ഉണ്ടാക്കിയ കുപ്പായങ്ങളും ഉടുപ്പുകളും കാണിച്ചുകൊണ്ടും അവന്റെ ചുറ്റും നിന്നു. പത്രോസ് അവരൊക്കെയും പുറത്തിറക്കി മുട്ടുകുത്തി പ്രാർത്ഥിച്ച് ശവത്തിന്റെ നേരെ തിരിഞ്ഞു. തബീതായെ എഴുന്നേൽക്ക എന്ന് പറഞ്ഞു. അവൾ കണ്ണു തുറന്ന് പത്രോസിനെ കണ്ട് എഴുന്നേറ്റിരുന്നു. അവൻ കൈ കൊടുത്ത് അവളെ എഴുന്നേൽപ്പിച്ചു. വിശുദ്ധന്മാരെയും വിധവമാരെയും വിളിച്ച് അവളെ ജീവനുള്ളവരായി അവരുടെ മുമ്പിൽ നിർത്തി. ഇത് യോപ്പയിൽ എങ്ങും പ്രസിദ്ധമായി. പലരും കർത്താവിൽ വിശ്വസിച്ചു. പിന്നെ അവൻ തോൽക്കൊല്ലനായ ശിമോൻ എന്ന ഒരുത്തനോടുകൂടെ വളരെ നാൾ യോപ്പയിൽ പാർത്തു. ആർക്കെങ്കിലും ഇംഗ്ലീഷിലെ വാക്യങ്ങളൊന്ന് വായിക്കാമോ? Now there was in Joppa a disciple named Tabitha, which translated means Dorcas. She was full of good works and acts of charity. In those days she became ill and died, and when they had washed her, they laid her in an upper room. Since Lydda was near Joppa, the disciples, hearing that Peter was there, sent 2 men to him, urging him, "Please come to us without delay." So Peter rose and went with them, and when he arrived, they took him to the upper room. All the widows stood beside him, weeping and showing tunics and other garments that Dorcas made while she was with them. But Peter put them all outside and knelt down and prayed, and turning to the body, he said, "Tabitha, arise." And she opened her eyes, and when she saw Peter, she sat up. And he gave her his hand and raised her up. Then calling the saints and widows, he presented her alive. And it became known throughout all Joppa, and many believed in the Lord. And he stayed in Joppa for many days with one Simon, a tanner. Praise the Lord. വേദഭാഗത്തിലൂടെ നമുക്ക് കടന്നു പോകാം. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് തന്നെ ധ്യാനിക്കാം.
ദൈവം നമ്മുടെ ഹൃദയങ്ങളോട് ഇടപെടട്ടെ. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഞാൻ ഈ വേദഭാഗം വായിച്ചപ്പോഴ് എന്റെ മനസ്സിലേക്ക് വന്നത് ഈ സ്ഥലത്തിന്റെ പേരെന്താ? യോപ്പ. ഇംഗ്ലീഷില് ജോപ്പ. ഈ ബൈബിളില് ഓരോ കാര്യത്തിനും ഒരു അർത്ഥമുണ്ട് ഇല്ലേ? മാത്രമല്ല അടുത്തത് ഈ ശിഷ്യയുടെ പേര് തബിത. അതിന് വിച്ച് ട്രാൻസ്ലേറ്റഡ് മീൻസ് ഡോർക്കസ്. എന്താ ഈ തബിത ഡോർക്കസ് എന്നൊക്കെ പറഞ്ഞ? അത് ഞങ്ങളുടെ മലയാളികളോട് ചോദിക്കണം. പച്ച മലയാളത്തിൽ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്നതാണ് പേടമാൻ എന്നർത്ഥം ഉള്ള. അപ്പം തബിത അതിന്റെ മീനിങ് പേടമാൻ. ഇത്രയും കാര്യത്തിൽ വായിച്ചപ്പോൾ എന്റെ മനസ്സിലേക്ക് വന്നേ ചോപ്പ എന്ന വാക്കിന്റെ അർത്ഥം എന്തായിരിക്കും? യോപ്പ എന്ന വാക്കിന്റെ അർത്ഥം മനോഹരം എന്നാണ്. മനോഹരം, ബ്യൂട്ടിഫുൾ. അപ്പം ഈ സഭകൾക്ക് ഓരോ പേരിടുമ്പോൾ അതിന് ഒത്തിരി മീനിങ്ങും ഇതൊക്കെ ഉണ്ട് അല്ലെ? സർവീസ് നമ്മുടെ ആസിയയിലെ 7 സഭകളും നമ്മളത് സഭയെ കുറിച്ച് പഠിക്കുമ്പോൾ ആസിയയിലെ 7 സഭകൾ എന്ന് പറയുമ്പോൾ ഓരോ സഭയ്ക്കും ആ പേരിന് തന്നെ അർത്ഥമുണ്ട്. കാരണം ഒരു സഭയുണ്ടല്ലോ സഹോദര സ്നേഹം എന്നർത്ഥമുള്ളത് ഫിലദൽഫിയ. അപ്പൊ ആ സഭയുടെ പേര് അവിടെ എഴുതിയപ്പോ വെറുതെ ഒന്നും എഴുതിയതല്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ യോപ്പയിലെ സഭ എന്ന് പറയുമ്പോൾ യോപ്പയിലെ സഭയുടെ പേരിന്റെ അർത്ഥം മനോഹരം എന്ന. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ ചിന്തിക്കാം, യോപ്പയിൽ ഒരു മനോഹരമായ there was a beautiful church in the place called യോപ്പ. യോപ്പയിൽ ഒരു മനോഹര സഭയുണ്ട്. എന്തുകൊണ്ടായിരിക്കും സഭ മനോഹരമാകുന്നത്? സംസാരിനോട് ചോദിച്ച സംസാർ പറയും മുഴുവൻ ടൈലൊക്കെ ഇട്ട് എന്റെ പൊന്നു സഹോദര സഭ അടിപൊളിയാകും. പക്ഷെ തീർച്ചയായും സഭയുടെ മനോഹാരിത ഇവിടെയുള്ള വെറും കല്ലുകളല്ല, ജീവനുള്ള കല്ലുകളായ ദൈവമക്കൾ തന്നെയാണ്. തീർച്ചയായും ദൈവ പ്രിയപ്പെട്ടവരെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ സഭ അത് മനോഹരമാക്കുന്ന ആ സഭയിലെ ഓരോ വ്യക്തികളും ഓരോ വ്യക്തി ജീവിതങ്ങളും ആ സഭയുടെ മനോഹാരിതയ്ക്ക് മാറ്റുകൂട്ടുന്നതാ. ഇവിടെ കീബോർഡ് വായിക്കുന്ന വ്യക്തികളും കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നവരൊക്കെ ഈ സഭയുടെ അനുഗ്രഹമാണ്. ദൈവം ഓരോരുത്തർക്കും ഓരോ കൃപ കൊടുത്തിരിക്കുന്നത് ഈ സഭയില് ജീവനുള്ള കല്ലുകളായിട്ട് ഇവിടെ വന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടുന്ന് ഇറങ്ങിപ്പോയാലും ഇവിടുന്ന് പോകുമ്പോഴും ഈ സഭയുടെ പ്രതിനിധികളായിട്ട് നിങ്ങൾക്ക് നിൽക്കാൻ പറ്റണം. സഭയുടെ മനോഹാരിത മറ്റു സ്ഥലങ്ങളിൽ അറിയേണ്ടതും ഇവിടെയുള്ള ജീവകല്ലുകൾ പുറത്തേക്ക് ഇറങ്ങി ഈ കല്ലുകളുടെ തിളക്കം മറ്റുള്ളവരിലേക്ക് പകരുമ്പോഴാണ് ഈ സഭ യോപ്പയിലെ സഭ പോലെ. നിങ്ങളുടെ സഭയുടെ പേരെന്താ? കഴിഞ്ഞ പ്രാവശ്യം കല്യാണത്തിന് രാഹുലിന്റെ കല്യാണത്തിന് ഫോട്ടോ എടുത്തപ്പോ ഞാൻ കണ്ടു ഒരു ആവേശം. ഇവിടെയുള്ള നമ്മുടെ പ്രിയ സഹോദരി സഹോദരന്മാർക്കൊക്കെ സഭയുടെ പേര് പറയാൻ എന്താ മറന്നുപോയോ? പിന്നെ ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പം ആ സഭ മനോഹരമായിട്ട് തന്നെ നിൽക്കുവാൻ ദൈവം കൃപ തരട്ടെ. ഇനി യോപ്പ എന്ന് പറഞ്ഞ സ്ഥലത്തിന്റെ അർത്ഥം നമ്മൾ ചിന്തിച്ചു, മനോഹരമായ. അപ്പം ഈ മനോഹരമായ സഭയില് ഒരു വ്യക്തി, ആ വ്യക്തിയുടെ പേര് തബീത. ഇനി വായിച്ചു നോക്കിക്കുക വാക്കുകള്. പേടമാൻ എന്ന അർത്ഥമുള്ള തബീത. വെറും തബീത സഹോദരി എന്ന് പറഞ്ഞ പോരെ, എന്തിനാ ഈ സഹോദരിയുടെ പേരിന്റെ കൂടെ ഒരു സർനെയിമും കൂടി ചേർത്തേക്കുന്നത്? ഒരു വിശേഷണം കൂടി ചേർത്തേക്കുന്നതിന്റെ അർത്ഥം എന്തായിരിക്കും?
ഞാൻ എന്റെ മനസ്സിലേക്ക് വന്നൊരു കാര്യം ഇങ്ങനെ പറയാം. പേടമാൻ എന്ന പേരിന്റെ അർത്ഥം ജീവിതത്തിലൂടെ കാണിച്ചു തന്ന ഒരു സഹോദരിയായിരുന്നു തബീത. അപ്പൊ പേടമാൻ എന്ന് പറഞ്ഞ പേരിനൊരു അർത്ഥമുണ്ടോ? അല്ലെങ്കിൽ പേടമാന് ബൈബിളിൽ എന്തെങ്കിലും വിശേഷതയുണ്ടോ? എന്റെ പൊന്നു സഹോദരങ്ങളെ, സഭയിൽ വന്നിട്ടൊരു പേടമാനായിരിക്കുക എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യമാണ്. അപ്പൊ നമുക്ക് ചിന്തിക്കാം, എന്താ പേടമാൻ എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രത്യേകതകള്? നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു മൃഗമാണ് പേടമാൻ. ഇഷ്ടമാണോ? എനിക്ക് തോന്നുന്ന അല്ലെന്ന് ഒരാൾ അവിടെ എഴുതി പറഞ്ഞിട്ടുണ്ട്. കാണാനിട്ടാ ഒന്നാം തരം സാധനമാണ്. ഏതാ? പേടമാൻ. ഞാൻ കുഞ്ഞുങ്ങളോടാട്ടോ പറഞ്ഞേ. അപ്പൊ എന്തുകൊണ്ടാണ് പേടമാന് നല്ല ഒരു മൃഗമാണെന്ന് പറയാൻ കാരണം, ബൈബിളില് നല്ല മൃഗത്തിന്റെ കൂടെയാണോ, ശുദ്ധിയുള്ള മൃഗത്തിന്റെ കൂടെയാണോ, അശുദ്ധിയുള്ള അശുദ്ധി ഞാൻ പറഞ്ഞ കഴിക്കാൻ അനുവദനീയമല്ലാത്ത, എടുപ്പെടുന്നുമല്ല, വേറൊരു വാക്കാ പറഞ്ഞ. ഞാൻ ഇന്നലെ വായിച്ചപ്പോ മനസ്സിൽ വന്നായിരുന്നു. അപ്പൊ എന്താണെങ്കിലും ആയിക്കോട്ടെ. അപ്പൊ യഹൂദന്മാർക്ക് നിഷിദ്ധമായിട്ടുള്ള മൃഗങ്ങളും ഉണ്ട്, യഹൂദന്മാർക്ക് വിശുദ്ധമായിട്ടുള്ള മൃഗങ്ങളുണ്ട്. അപ്പം അതിൽ ആവർത്തന പുസ്തകത്തില് 14-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിലാണ് ഈ മൃഗങ്ങളൊക്കെ നിങ്ങൾക്ക് തിന്നാന്ന് പറഞ്ഞുകൊണ്ട് വരുന്നതിൽ ഉള്ളൊരു മൃഗമാണ്. അവിടെ പേടമാൻ എന്നല്ല എഴുതിയിരിക്കുന്നത്, പുള്ളിമാൻ എന്നാണ്. അപ്പൊ എനിവേ ഇംഗ്ലീഷിൽ അതിന്റെ ഒരു വാക്ക് എഴുതിയിരിക്കുന്നത് ഗസിലി. ഗസിലി എന്നാണോ ജസിലി എന്നാണോ? അപ്പൊ തെറ്റിദ്ധരിക്കരുത്, ഇത്രയൊക്കെ ഉള്ളൂ ഇംഗ്ലീഷ്. അപ്പൊ ആ സാധനം അതിനെ എന്ത് ചെയ്യാം? കഴിക്കാം, അതിനെ കഴിക്കാം. ഇനി അപ്പൊ ശുദ്ധിയുള്ള ഒരു മൃഗമാണ് ഈ പേടമാൻ. ഇനി ബൈബിളിൽ വേറെ എന്തെങ്കിലും കാര്യം ഈ മൃഗത്തെ കുറിച്ച് പറയുന്നുണ്ടോ? 42-ാം സങ്കീർത്തനത്തിന്റെ ഫസ്റ്റ് വേർഡ്. അപ്പൊ ഇതെല്ലാം ഒരേ കൂട്ടത്തിൽ വരുന്നത്. അതുകൊണ്ടാട്ടോ ഞാൻ ഇങ്ങനെ പറയുന്നത്. 42-ാം സങ്കീർത്തനത്തിന് 1-ാം വാക്യം ആർക്കെങ്കിലും കാണാതെ പറയാൻ പറ്റുമോ? മാൻനീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ. അപ്പൊ ഈ പേടമാനാണെങ്കിലും എന്ത് മാനാണെങ്കിലും ഒരു വലിയ ആഗ്രഹമുണ്ട് ഈ മാനിന്. എന്താ ആഗ്രഹം? വെള്ളം കുടിക്കണം, ദാഹം മാറ്റണം. രാവിലെ എഴുന്നേറ്റാലും വെള്ളം കുടിക്കണം, വൈകുന്നേരം ആയാലും ഇച്ചിരി വെള്ളമൊക്കെ കുടിക്കണം. വെള്ളം കുടിക്കണം നല്ലതല്ലേ? അങ്ങനെയാണെങ്കിൽ ദൈവവചനം നമ്മളോട് ഏത് വെള്ളം കുടിക്കണം എന്നാ പറഞ്ഞ? പത്രോസ് 2:1 പത്രോസ് വചനം എന്ന മായമില്ലാത്ത പാൽ കുടിക്കാൻ വാഞ്ചിക്കണം. എന്തുകൊണ്ടാണ് ഈ പെൺകുട്ടി, അതിന്റെ പേര് ഗസൽ അല്ലേ, പേടമാൻ എന്ന് പറയുന്നതെന്ന് ചോദിച്ചാൽ, ഈ പെൺകുട്ടി ഒരു പേടമാനെ പോലെ ദാഹമുള്ള ഒരു വ്യക്തിയായിരുന്നു. വെള്ളത്തോട് ദാഹം, വചനത്തോട് ദാഹം. ദൈവമക്കളെ, നമ്മൾ പേടമാന്മാരാണെങ്കിൽ രാവിലെ വൈകിട്ടും ദൈവം തരുന്ന സമയം മുഴുവൻ നമ്മുടെ ദാഹം എന്തിനോടായിരിക്കണം? വെള്ളത്തോട്, വചനത്തോട്. വചനത്തെ വെള്ളെന്നും പാലെന്നും ഒക്കെ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ടാട്ടോ ഞാൻ ഈ പല പേരുകൾ പറയുന്നത്. അപ്പം ഈ പെൺകുട്ടി പേടമാൻ എന്നുള്ള പേര് അർത്ഥമാക്കിയത് അവൾക്ക് വെള്ളത്തോട് ഒരു ദാഹം ഉണ്ടായിരുന്നു. ഇനി പേടമാന് വേറെ എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ? ഹബക്കൂക്കിന്റെ പ്രവചനം 3-ാം അധ്യായം 19-ാം വാക്യം നമുക്കൊന്ന് നോക്കാം. ഹബക്കൂക്ക് 3:19. ഹബക്കൂക്ക് 3:19. 19 തുടക്കം തുടങ്ങി നമുക്കൊന്ന് നോക്കാം സഹോദരങ്ങളെ. യഹോവയായ കർത്താവ് എന്റെ ബലമാകുന്നു, അവൻ എന്റെ കാൽ പേടമാൻ കാൽ പോലെ ആകുന്നു. എന്റെ ബലം ആരാ? കർത്താവ്. അപ്പൊ എനിക്ക് ബലമായിട്ടുള്ള കർത്താവ് എന്റെ കാലിനും എന്ത് തരുന്നു? എന്റെ കാലിനും ബലം തരുന്നു. എന്തിനു വേണ്ടിയാ? എന്റെ ബലമായ കർത്താവ് എന്റെ കാലിന് ബലം തരുന്നത് എന്തിനാണെന്നറിയാമോ?
വായിച്ചു നോക്കിക്കേ. അവൻ എന്റെ കാൽ പേടമാൻ കാൽ പോലെ ആക്കുന്നു, ഉന്നതികളിൽ മേൽ എന്നെ നടക്കുമാറാക്കുന്നു. പേടമാന്, അല്ലയോ പേടമാനെ, നിനക്ക് എന്തിനാ ഈ കാല്? നിന്റെ കാലിലെന്താ ഇത്ര വിശേഷത ഉള്ളതെന്ന് ഈ മാനോട് ചോദിച്ചാൽ മാൻ പറയും, ലോകത്തിൽ ഏറ്റവും വേഗത്തിൽ ഓടുന്ന മൃഗം ഏതാ? മാനല്ല, ചീറ്റയാ. പക്ഷേ അത് കഴിഞ്ഞാൽ സെക്കൻഡ് പ്രൈസ് ആർക്ക് കൊടുക്കാം? ഈ മാനിന് കൊടുക്കാം. പക്ഷെ മാന് ചീറ്റയും കൂടെ ഓടുമ്പോ ആരായിരിക്കും ജയിക്കുക? കൺഫ്യൂഷൻ ആവില്ലേ? ഏറ്റവും വേഗത്തിൽ ഓടുന്ന മൃഗം ചീറ്റ തന്നെയാണ്. അപ്പൊ ചീറ്റയുടെ സ്പീഡ് ഏതാണ്ട് 100 km/s ഒക്കെ ആണെന്ന് വെച്ചു. ഗസലിന്റെ സ്പീഡ് 50 km/s. സെക്കൻഡ് ആണോ മിനിറ്റ് ആണോ? മിനിറ്റ് പെർ അവർ, സോറി. അപ്പം അവർ ഒരു മണിക്കൂറിൽ 100 km ഓടുന്ന ചീറ്റയും ശരാശരി മണിക്കൂറിൽ 50 km ഓടുന്ന മാനും. ഞാൻ ചോദിച്ച ചോദ്യം പക്ഷെ കൗതുകം തോന്നി കാണും. ഇവർ രണ്ടുപേരും തമ്മിൽ ഓടുമ്പോൾ ആരായിരിക്കും ജയിക്കാന്ന്? തീർച്ചയായും ആരാ ജയിക്കത്തുള്ളൂ? മാന ജയിക്കത്തുള്ളൂ. കാരണം എന്നാന്നറിയാവോ? അത് ജീവന് വേണ്ടിയാ ഓടുന്നത്. ഇവർ രണ്ടുപേരും കൂടെ ഓടുന്നത് എന്തിനായിരിക്കും? ഒന്ന് പിടിക്കാനും ഒന്ന് പിടികൊടുക്കാതെ ഇരിക്കാനും. അപ്പം ജീവന് വേണ്ടി ഓടുമ്പോ മണിക്കൂർ സൂചി നോക്കിയിട്ടല്ല ഓടുന്നത്, എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടണമെന്ന് പറഞ്ഞിട്ടുണ്ടാവും ഓടുന്നത്. ഞാൻ പറഞ്ഞത് പേടമാന്റെ കാല് പോലെ എന്റെ കാലാക്കുന്നു പറഞ്ഞാൽ ഈ ലോകത്തിലെ ശത്രു വരുമ്പോൾ പിടികൊടുക്കാനല്ല ദൈവമക്കളെ ദൈവം ആഗ്രഹിക്കുന്നത്. ജീവിതത്തിലെ വെല്ലുവിളികൾ വരുമ്പോൾ, ശത്രു ഓരോ തന്ത്രങ്ങളുമായിട്ട് വരുമ്പോൾ പേടമാൻ പോലെ ഓടുന്നവരായിരിക്കണം. യോസേഫ് ഓടിയത് നമുക്കറിയാലോ. ജീവിതത്തില് ഓരോ പ്രതിസന്ധികൾ വരുമ്പോൾ, ഓരോ പ്രലോഭനങ്ങൾ വരുമ്പോൾ ഒരു ദൈവ പൈതലിന്റെ കാല് എന്ത് കാല് പോലെ ആയിരിക്കണം? പേടമാന്റെ കാല് പോലെ ആയിരിക്കണം. അപ്പം കാല്. പിന്നെ ഉണ്ട് ഉന്നതികളിൽ മേലെ എന്നെ നടക്കുമാറാകും എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സാറ് ആരാധനയ്ക്കൊരു വാക്ക് പറഞ്ഞായിരുന്നു, ഉയർന്ന ജീവിതത്തിലെ ദൈവപൈതലിന്റെ നിൽപ്പ്, ദൈവപൈതലിന്റെ നടപ്പ് ഒക്കെ ഉയർന്ന നിലവാരം, ഉന്നതികൾ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഇച്ചിരി ജാടയൊക്കെ പിടിച്ച കണ്ടാലൊരു എന്ന് പറഞ്ഞാല് നമ്മുടെ ചിന്ത മുഴുവൻ ദൈവവചനത്തിൽ ഇങ്ങനെ വാക്കുണ്ട്, കൊലോസ്യ ലേഖനത്തില്, നിങ്ങൾ ഉയരത്തിലുള്ളത് ചിന്തിപ്പിൻ, അന്വേഷിപ്പിൻ എന്ന് പറഞ്ഞാൽ ഒരു ദൈവപൈതലിനെ സംബന്ധിച്ച് അവൻ നടക്കേണ്ടത്, അവൻ നോക്കേണ്ടത്, അവന്റെ ചിന്ത എല്ലാം താഴേക്കല്ല മേലിലേക്ക്. ഞാൻ എന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക്, എന്റെ സഹായം അവിടെയാ. മോശ പർവ്വതത്തിലായിരുന്നത്, കർത്താവ് പർവ്വതത്തിലായിരുന്നത്, ഉന്നതങ്ങളിൽ നടക്കുന്നു. അപ്പം ഈ 3 കാര്യം കൂടി ചേർക്കുമ്പോൾ എന്തുകൊണ്ടാ ഈ തബിതയെ പേടമാൻ എന്ന് പറഞ്ഞെന്ന് ചോദിച്ചാൽ, ഈ തബിത പേടമാനെ പോലെ വചനമാകുന്ന വെള്ളം, വചനമാകുന്ന പാല് കുടിക്കുന്ന ഒരു പെൺകുട്ടിയായിരുന്നു. പെൺകുട്ടിയോ സഹോദരിയോ ആയിരുന്നു തബിത. പ്രതിസന്ധികൾ വരുമ്പോൾ പേടമാനെ പോലെ അതിന്റെ മുമ്പിൽ ഓടി കളിക്കുന്ന സഹോദരിയായിരുന്നു തബിത. ജീവിതത്തില് ഉയർന്ന നിലവാരത്തിൽ ചിന്തിക്കുകയും ഉന്നതങ്ങളിൽ ജീവിക്കുകയും ദൈവ സാന്നിധ്യം മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുകയും ചെയ്യുന്ന ഒരു സഹോദരിയായിരുന്നു തബിത. അതുകൊണ്ടാണ് അർത്ഥമുള്ള പേരായിരുന്നു. ആരുടെ പേര്? തബിതയുടെ പേരെന്ന് പറയുന്നത് അർത്ഥമുള്ള പേര്. അപ്പം നല്ല പേരുള്ള തബിത. മതി നല്ല പേരുള്ള തബിത. ഇനി അടുത്തത്
തബിതയെ കുറിച്ച് എഴുതിയിരിക്കുന്ന അടുത്ത വാക്കും നോക്കിക്കുകയും, തബിതയെ കുറിച്ച് എഴുതിയിരിക്കുന്ന അടുത്ത വാക്ക് ഷീ വാസ് ഫുൾ ഓഫ്. അവിടെ എഴുതാം, മലയാളികൾ എഴുതിയാണ് അവൾ വളരെ സൽപ്രവൃത്തികളും ധർമ്മങ്ങളും ചെയ്തു പോന്നവളായിരുന്നു. എന്നാൽ ഇംഗ്ലീഷിൽ അത് എഴുതിയിരിക്കുന്ന ഗ്രാമർ മിസ്റ്റേക്ക് ആണോ? ഷീ വാസ് ഫുൾ ഓഫ് ഗുഡ് വർക്ക്സ് എന്ന് പറഞ്ഞാൽ തബിത എന്ന് പറഞ്ഞാൽ ഫുൾ ഓഫ് ഗുഡ് വർക്ക്സ് ആണ്. ഷീ വാസ് ഫുൾ ഓഫ് ഗുഡ് വർക്ക്സ് ആൻഡ് ചാരിറ്റി. അതിന്റെ അർത്ഥം എന്താ എന്ന് പറയുന്നത്? തബിതയുടെ പേര് മനസ്സിൽ ഓർക്കുമ്പോഴേ തന്നെ തബിത ചെയ്ത സൽപ്രവൃത്തികൾ, നല്ല പ്രവൃത്തികൾ ഓരോന്നാണ് ഓരോ മനുഷ്യന്റെയും ഉള്ളിലേക്ക് വരുന്നത്. ഷീ വാസ് ഫുൾ ഓഫ് ഗുഡ് വർക്ക്സ് ആൻഡ് ചാരിറ്റി. അപ്പൊ ഈ തബിതയുടെ ജോലി എന്തായിരുന്നിരിക്കും? ഇത്രയും ഗുഡ് വർക്ക്സ് ചെയ്യണമെങ്കിൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ വിധവമാർ എല്ലാവരും കരഞ്ഞുകൊണ്ട് തബിത തങ്ങളോട് കൂടെ ഉള്ളപ്പോൾ ഉണ്ടാക്കിയ, അപ്പം ഈ തബിതയുടെ ജോലി എന്തായിരിക്കണം? കുപ്പായം. അപ്പം തയ്യലായിരിക്കും അല്ലെ? ഒന്നെങ്കിൽ ജോലി തന്നെ, പ്രൊഫഷൻ തന്നെ തയ്യലായിരിക്കാം. ഇല്ലെങ്കിൽ ഈ ഗുഡ് വർക്കിൽ മെയിൻ ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നത് തുന്നുമായിരിക്കും, കുപ്പായങ്ങള് തുന്നുകയായിരിക്കും. ഞാനിത് പറയാൻ കാരണം തബിത നല്ല പേരുള്ള ഒരു സഹോദരിയായിരുന്നു. തബിത നല്ല പ്രവൃത്തിയുള്ള, സൽപേരുള്ള സഹോദരി, സൽപ്രവൃത്തിയുള്ള സഹോദരി. എന്ത് ചെയ്തു? ദൈവം തനിക്ക് തന്ന കൃപ ഉപയോഗിച്ച്, ദൈവം തനിക്ക് തന്ന സാമർഥ്യം ഉപയോഗിച്ച് തന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്ത് ചെയ്തുകൊണ്ടിരുന്നു? മനോഹരമായ കുപ്പായങ്ങൾ ഉണ്ടാക്കി ബിസിനസ് അല്ല, ആ സഭയിലെ, ആ ദേശത്തെ പാവപ്പെട്ട വിധവമാർക്ക് വേണ്ടി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ദൈവം നമുക്കൊക്കെ ഓരോ കഴിവും ടാലന്റും തന്നിട്ടുള്ള എന്തിനാണെന്നറിയാവോ? നമ്മുടെ പ്രമീള സഹോദരി വീട് പണിയാൻ പോകും. ഞാൻ പറയരുതെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ പറയുക, പ്രമീള സഹോദരിയുടെ വീടിനുള്ള മരം ചിലപ്പോൾ വേറൊരു വീട്ടിലായിരിക്കും ദൈവം തന്നിരിക്കുന്നത്. പ്രമീള സഹോദരിയുടെ വീടിനുള്ള ഓരോ ഇതും ഞാനിത് പറയാൻ കാരണം എനിക്ക് അങ്ങനെ കിട്ടിയതുകൊണ്ടാണ്. അപ്പം നമുക്ക് നമ്മുടെ സഭയിലേക്ക് വേണ്ടത് ദൈവം എന്ത് ചെയ്തിട്ടുണ്ട്? ചില തുന്നൽക്കാരെ ഏൽപ്പിച്ചിട്ടുണ്ട്. ചില ഇവിടെ വേറൊരു ശിമോനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. ആരാ? അപ്പം തോലിന്റെ പണി, ചെരുപ്പിന്റെ പണിയായിരിക്കും. നമ്മൾ അങ്ങനെ ഞാനങ്ങ് ചിന്തിക്കുക, അല്ലെങ്കിൽ ബാഗോ ചെരുപ്പോ ഒക്കെ. അപ്പം തോലിന്റെ പണിയുള്ളവരുണ്ട്, തുന്നലിന്റെ പരിപാടിയുള്ളവരുണ്ട്, ഓരോ ശുശ്രൂഷയുള്ളവർ ദൈവം സഭയിൽ തന്നിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് ചിലരുടെ കണ്ണുനീരൊപ്പാൻ, ചിലർക്ക് ആശ്വാസമായി തീരാൻ, ചിലർക്ക് ആ വാക്കിലെ വേറൊരു വാക്കോടെ എഴുതിയാണ്ടോ തബിത തങ്ങളോട് കൂടെയുള്ളൂ. ആ വാക്ക് ശ്രദ്ധിച്ചു നോക്കി. തങ്ങളോട്, അവിടെ വിധവന്മാർ കരഞ്ഞുകൊണ്ട് തബിത തങ്ങളോട്. തബിത സഹോദരിയുടെ ഒരു പ്രത്യേകത അതായിരുന്നു, വിധവന്മാരോട് കൂടെ ഉണ്ടായിരുന്നു, അനാഥരോട് കൂടെ ഉണ്ടായിരുന്നു, വേദനപ്പെടുന്നവരോട് കൂടെ ഉണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, അത് എത്ര ആശ്വാസമെന്നറിയാവോ? എത്ര ആശ്വാസമെന്നറിയാവോ? സഹോദര, ഞങ്ങൾ കൂടെ ഉണ്ടെന്നൊരു വാക്ക്. സഹോദര, അത് നീ ഒറ്റയ്ക്കല്ല. സഹോദരി, വിധവയാ സഹോദരിമാർ പലരും. സഹോദരി, നീ ഒറ്റയ്ക്കല്ലെന്ന് പറഞ്ഞ് എന്റെ സഭ എന്നോട് കൂടെ ഉണ്ടെന്ന് ചിന്തിക്കുമ്പോൾ, എന്റെ ദൈവമക്കൾ എന്നോട് കൂടെ ഉണ്ടെന്ന് ചിന്തിക്കുമ്പോൾ, അതിപ്പോ എന്താ സന്തോഷപ്പെടേ? മനോഹരമായ സഭയുടെ പ്രത്യേകത അത് തന്നെയാണ്. പേര് ഉണ്ടായ പോരാ, പേര് യാഥാർത്ഥ്യമാക്കണം.
ഇന്ന ആൾക്കാര് ഉണ്ടെന്ന് പറഞ്ഞാൽ പോരാ, ആവശ്യമുള്ളപ്പം കൂടെ ഉണ്ടാകും. ബൈബിളില് തീത്തോസിന്റെ ലേഖനം ഞാനത് വായിക്കാനും പറയാനും നേരമില്ലെങ്കിൽ ഞാൻ കുറച്ച് കാര്യങ്ങളൊന്ന് പറയാം. സൽപ്രവൃത്തിയെ കുറിച്ച് തീത്തോസിന്റെ ലേഖനത്തില് 5 കൂട്ടം കാര്യം പറഞ്ഞിട്ടുണ്ട്. തീത്തോസ് 2:14, തീത്തോസ് 2:7 അവിടെ എഴുതുന്ന സൽപ്രവൃത്തിയിൽ മാതൃകയുള്ളയാളായിരിക്കണം. വിശുദ്ധന്മാരോട് പറഞ്ഞേക്കുന്നതാണ്, ദൈവമക്കളോട് പറഞ്ഞതാ. സൽപ്രവൃത്തിയിൽ മാതൃക. 2:14 സൽപ്രവൃത്തിയിൽ ശുഷ്കാന്തി. എനിക്ക് വിശദീകരിക്കാൻ നേരമില്ല. 3:1 സൽപ്രവൃത്തിക്ക് ഒരുങ്ങിയിരിക്കുക. 3:7 സൽപ്രവൃത്തിയിൽ ഉത്സാഹമുള്ളവർ. ഇംഗ്ലീഷ് രണ്ടിനും ഒരേ വാക്കാണെന്ന് എനിക്ക് തോന്നുന്നു. 3:14 സൽപ്രവൃത്തിയിൽ മുമ്പന്മാർ. എന്ന് പറഞ്ഞാല് സൽപ്രവൃത്തിക്ക് ഒരുങ്ങിയിരിക്കണം, ശുഷ്കാന്തി ഉള്ളവരായിരിക്കണം എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം ദൈവം നമുക്ക് ഓരോ അവസരങ്ങളും തരും. മറ്റുള്ളവർക്ക് അത് തട്ടിക്കളഞ്ഞിട്ട്, എനിക്ക് ചിലർക്ക് സൽപ്രവൃത്തി ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ദൈവജനമേ, ദൈവം നമുക്ക് ഓരോ അവസരം തരുമ്പോൾ അതിൽ മുമ്പിലായിരിക്കണം നമ്മൾ കർത്താവിന്റെ പേരിൽ സൽപ്രവൃത്തി. ബൈബിളിലെ വെളിപ്പാട് പുസ്തകം 14:13, വെളിപ്പാട് 14:13 അവരുടെ പ്രവൃത്തി എനിക്ക് തോന്നുന്നു ഇന്നു മുതൽ കർത്താവിൽ അത് തന്നെ എഴുതുക. ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ, അതെ, അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു. അവരുടെ പ്രവൃത്തി അവരെ എന്ത് ചെയ്യുന്നു? പിന്തുടരുന്നു. നമ്മള് ഈ നല്ല കാര്യങ്ങൾ ചെയ്താല് കർത്താവ് വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്. എളിയവർക്ക് കൊടുക്കുന്നവൻ ആർക്കാ കൊടുക്കുന്നേ? യഹോവയ്ക്ക്, കർത്താവിന് കൊടുക്കുന്നതെന്നാ പറഞ്ഞത്. അപ്പൊ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ദൈവം തരുന്ന അവസരം അത് കർത്താവിന് വേണ്ടി, ചിലരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി. ഇയ്യോബിനെ കുറിച്ച് ചില വാക്കുകളുണ്ട്. ഇതൊന്നും പറയാനായിരിക്കും എന്റെ മുമ്പിൽ സമയമില്ല. പകരം ദൈവജനമേ, നമ്മളെ കർത്താവിന് വേണം. നമ്മളെ കൊണ്ട് കർത്താവിന് പ്രയോജനമുണ്ട്. എപ്പോഴാണ് നമ്മളെ കൊണ്ട് കർത്താവിന് പ്രയോജനം ഉണ്ടാകുന്നേ? നമ്മുടെ സഹോദരങ്ങളുടെ കണ്ണുനീരൊപ്പാൻ നമ്മുടെ കൈകൾ കർത്താവിന് പകരം ഈ ഭൂമിയിൽ നീട്ടുമ്പോൾ നമ്മൾ കർത്താവിന് വേണ്ടി. ഒരു പക്ഷേ ഈ വിധവന്മാരായ സഹോദരിമാരെ എങ്ങനെയാ കർത്താവ് അവർക്ക് വേണ്ട വസ്ത്രം തയ്പ്പിച്ചു കൊടുത്തതെന്ന് വെച്ചാൽ ആ കരങ്ങള് തബീതയുടെ കരങ്ങളായിട്ട് മാറിയപ്പോഴാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇനി ഞങ്ങളുടെ മുമ്പിലെ സമയം ഏകദേശം തീർന്നല്ലോ. അപ്പം നല്ല പേരുള്ള ഒരു സഹോദരിയായിരുന്നു തബിത. നല്ല പ്രവൃത്തിയുള്ള ഒരു സഹോദരിയായിരുന്നു തബിത. മൂന്നാമത് ഇവിടെ എഴുതിയേക്കുന്നത് എന്താ? അവിടെയുള്ള വിധവമാർ എല്ലാവരും കരഞ്ഞുകൊണ്ട് തബിത തങ്ങളോട് കൂടെ ഉള്ളപ്പോൾ ഉണ്ടാക്കിയ കുപ്പായങ്ങൾ ഉടുപ്പുകളും കാണിച്ചും കൊണ്ട് അവന്റെ ചുറ്റും നിന്നു. അപ്പൊ പത്രോസ് ഈ ദൈവാലയത്തിൽ വന്ന് നിൽക്കുമ്പോൾ തബിതയെ അവിടെ എന്ത് ചെയ്തേക്കുക? ഒരു ഡെഡ് ബോഡി ആയിട്ട് അവിടെ. അപ്പം വിധവന്മാരെല്ലാരും കരഞ്ഞുകൊണ്ട് പത്രോസിന്റെ ചുറ്റും നിൽക്കാൻ. ഇവിടെ ഒന്ന് വായിച്ചു നോക്കി, അവിടെ എഴുതിയേക്കുന്ന വാക്ക് കരഞ്ഞും കൊണ്ട് തങ്ങളോടുകൂടെ ഉള്ളപ്പോൾ ഉണ്ടാക്കിയ കുപ്പായങ്ങളും ഉടുപ്പുകളും കാണിച്ചും കൊണ്ട് അവന്റെ ചുറ്റും. എന്താ അതിന്റെ അർത്ഥം? ഈ വാക്കുകൾ എന്നെ ഒത്തിരി സ്പർശിച്ചിട്ടുള്ളത്. തബിത അവിടെ കിടക്ക, ചുറ്റും നിൽക്കുന്നവര് പത്രോസിനോട് പറയുക. എന്റെ മനസ്സിൽ വന്നൊരു ചിന്ത,
പൊതിഞ്ഞുകൊണ്ട് വന്ന ഉടുപ്പൊന്നും ആയിരിക്കത്തില്ല ഇവര് കാണിച്ചത്. ഇവരെന്ത് ചെയ്ത് കാണും? ഈ വിധവന്മാർ ഇട്ടോണ്ട് വന്ന ഉടുപ്പ് ഇങ്ങനെ കാണിച്ചിട്ട് പറഞ്ഞു കാണും, എന്റെ സഹോദര, ഞാൻ ഇന്ന് ഈ ഉടുപ്പിട്ടിട്ടുണ്ടെങ്കിൽ എന്റെ സഹോദരി എനിക്ക് വേണ്ടി തയ്പ്പിച്ചു ഉടുപ്പ. ഒരു സഹോദരിയല്ല, ഓരോ സഹോദരിമാരും അവരുടെ ഉടുപ്പെ തൊട്ടിട്ട് പറയുക, ഞങ്ങളുടെ തബിത സഹോദരിയാ ഈ ഉടുപ്പ് എനിക്ക് വേണ്ടി തയ്ച്ചത്. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് നല്ലൊരു സാക്ഷി ഇതിൽ പകരം എന്താ ഉണ്ടാക്കാൻ പറ്റും? ആ സഹോദരി ആ നിശ്ചലമായിട്ട് കിടക്കുമ്പോൾ മറ്റുള്ള സഹോദരിമാർ, ആ വിധവന്മാർ അവരുടെ ശരീരത്തിലേക്ക് നോക്കിയിട്ട് പറയുക, ഞാൻ ഇന്ന് മനോഹരമായ ഒരു ഉടുപ്പിട്ടിട്ടുണ്ടെങ്കിൽ, എന്റെ ശരീരത്തിൽ തുന്നൽ പിടിപ്പിച്ച മനോഹാരിതയുള്ള ഒരു ഉടുപ്പ് എന്റെ ശരീരത്തിലുണ്ടെങ്കിൽ, എന്റെ സഹോദരി കഷ്ടപ്പെട്ട് തയ്ച്ച് ഫുൾ ഓഫ് ഗുഡ് വർക്ക്സ് എന്നാ പറഞ്ഞത്, എന്റെ സഹോദരി ഈ മരിച്ചതുപോലെ എന്തുകൊണ്ടായിരിക്കും? ഞങ്ങളെ പോലുള്ള ഓരോരുത്തർക്കും വേണ്ടി കഷ്ടപ്പെട്ടതുകൊണ്ടാ. അതുകൊണ്ടായിരിക്കും ഈ സഹോദരിയെ വിട്ടുകൊടുക്കാൻ ആർക്കും മനസ്സില്ലാത്ത. സഭയ്ക്ക് മനസ്സിൽ അല്ലെങ്കിൽ പിന്നെ പത്രോസിനെ വിളിക്കുന്ന എന്തിനു വേണ്ടി ആയനെ? ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി ആയനല്ലേ? ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായോ? യോപ്പയിലേക്ക് പത്രോസിനെ വിളിച്ചത് നമുക്ക് ഏറ്റവും മാന്യമായ ഒരു യാത്രയായിപ്പോ നമ്മുടെ സഹോദരിക്ക് കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണോ? അല്ലെന്നാ ഞാൻ കരുതുന്നത്. ഞങ്ങളുടെ സഹോദരി വിട്ടുപോയാൽ ഈ സ്ഥാനം അലങ്കരിക്കാൻ ഈ സഭയില് വേറൊരു തബിതയില്ല, വേറൊരു പേടമാനില്ല. ഈ പേടമാനില്ലാത്ത ഈ സഭ ഞങ്ങൾക്ക് ചിന്തിക്കാൻ പോലും വയ്യ. ഇതാണ് ആ സഭയുടെ അനുഗ്രഹം. ലാസറിനെ തിരിച്ചൊന്നും കൊണ്ടുവരാമെന്ന് ധനവാൻ ചോദിച്ചു. കർത്താവ് വിട്ടില്ല. ലാസർ അവിടെ സ്വസ്ഥമായിട്ടിരിക്കുക, അവിടെ ഇരിക്കട്ടെ. സംഭവം നിങ്ങൾക്കറിയാലോ. പക്ഷെ തബിതയെ തിരിച്ചു വേണം കർത്താവ് എന്ന് പറഞ്ഞപ്പോ സഭയ്ക്ക് തബിതയെ തിരിച്ചു കൊടുക്കാതിരിക്കാൻ കർത്താവിന് പറ്റിയില്ല. കാരണം തബിതയില്ലാത്ത ആ സഭ, യോപ്പയിലെ സഭ മനോഹാരിതയുള്ള സഭയാണ്. ദൈവമേ, നമുക്ക് ചില കാര്യങ്ങൾ നമ്മുടെ കർത്താവിന് വേണ്ടി ഓണം ചെയ്യാം, ഓർത്തിരിക്കാൻ. പലപ്പോഴും നമ്മുടെ ഓർമ്മയിൽ, നമ്മുടെ ജീവിതത്തിൽ കർത്താവിന് വേണ്ടി ചെയ്യുന്ന ഓരോന്നും നമ്മളെ പിൻപറ്റിക്കൊണ്ടിരിക്കും. അത് അനുഗ്രഹമായി തീരും, സഭയ്ക്ക് അനുഗ്രഹമായി തീരും. യോപ്പയിൽ നല്ല പേരുള്ള ഒരു സഹോദരി ഉണ്ടായിരുന്നു, നല്ല പ്രവൃത്തിയുള്ള ഒരു സഹോദരി ഉണ്ടായിരുന്നു, നല്ല ഫലം കായ്ക്കുന്ന ഒരു സഹോദരി ഉണ്ടായിരുന്നു. ആ സഹോദരിക്ക് വേണ്ടി മനോഹരമായ ഒരു സഭയും യോപ്പയിലുണ്ടായിരുന്നു. നമ്മുടെ സഭ അനുഗ്രഹിക്കപ്പെട്ടെ. ഈ സഭയിലെ ഓരോ പ്രിയപ്പെട്ടവർക്കും ഓരോ തബീതമാരായി തീരാൻ, ഓരോ പേടമാനുകളായി തീരാൻ, ഫലം കായ്ക്കുന്നവരായി തീരാൻ, കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്നവരായി തീരാൻ, അനേകരുടെ കണ്ണുനീരൊപ്പാൻ ദൈവം സഭയെ ബലപ്പെടുത്തും. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞിട്ട് നിർത്തിയിട്ട് സമയം തീർന്നു. എത്ര ദിവസത്തേക്കാ പത്രോസ് യോപ്പയിലേക്ക് പോയെ? അത്യാവശ്യമായിട്ട് പത്രോസിനെ അവിടെ വേറെ സ്ഥലത്ത് നിൽക്കുകയായിരുന്നു. അവിടെ നിന്ന് വിളിച്ചു, പെട്ടെന്ന് പറഞ്ഞു, ഞങ്ങളുടെ സഹോദരി മരിച്ചു കിടക്കുക, അല്ലയോ ദേവദാസ അങ്ങോട്ട് വരണമെന്നും പറഞ്ഞു ആ സഭയിലേക്ക് പോയതാ. എത്ര ദിവസം അവിടെ താമസിച്ചു. പക്ഷെ എന്നിട്ട് പോരാൻ തോന്നുന്നില്ലെന്നേ പത്രോസിന് പോലും. ആ സഭയിൽ ചെന്നപ്പോഴ്, അവിടെയുള്ള ദൈവമക്കളുടെ സ്നേഹം കണ്ടപ്പോഴ്, അവിടെയുള്ള സഹോദരന്മാരുടെ കൂട്ടായ്മ കണ്ടപ്പോഴ്, അവരുടെ ആത്മീക ഐക്യം കണ്ടപ്പോഴ്, ആ മനോഹരമായ സഭയിൽ പിന്നെ പത്രോസ് നമ്മുടെ സഭ ആ രീതിയിൽ സന്തോഷമുള്ള അനുഗ്രഹമുള്ള ഒരു സഭയെ തീരട്ടെ. ദൈവനാമം മഹത്വപ്പെടും. താങ്ക് യു ബ്രദർ. നമുക്ക് പ്രാർത്ഥിച്ച് നമ്മൾ പറഞ്ഞ ആശയങ്ങൾ അതുപോലെ തന്നെ സഭയായിട്ട് ഞാൻ ബെത്തനിയുടെ പേരുടെ അർത്ഥം നോക്കുക, ഹൗസ് ഓഫ് ഹാപ്പിനെസ്. നമ്മുടെ ഹൗസ് ഓഫ് ഹാപ്പിനെസ് ആയിട്ട്
സന്തോഷത്തിന്റെ ഒരു സഭയായിട്ട് നമ്മുടെ സഭയുടെ പേര് ബെത്തനി, അതിനനുസരിച്ചുള്ള എല്ലാവർക്കും സന്തോഷം കൊടുക്കുന്ന ഒരു സഭയായിട്ട്, ജനങ്ങളായിട്ട് ആ പ്രിയ മകൾക്ക് സന്തോഷം കൊടുക്കാൻ പറ്റുമെങ്കിൽ, ആ പ്രിയവളുടെ ആ വേർപാടിൽ കലഞ്ഞ് ദുഃഖിച്ച ജനങ്ങൾക്ക് നീ ഉടനെ വരണമേ എന്നോ പത്രോസിനെ ഓടി വിളിച്ചു വന്ന് ആ സഭയുടെ സ്നേഹം, ആ സഭയുടെ ആ ലോസ്, നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ കുറിച്ച് ദൈവം വലിയ പദ്ധതിയുണ്ട്. നമ്മൾ പോയാൽ അത് വലിയ ലോസ് ആയിരിക്കും. അങ്ങനെ ആ രീതിയിലുള്ള ഒരു വ്യക്തികളായിട്ട് ദൈവം ഓരോരുത്തരെയും ആക്കി തീർക്കട്ടെ. അങ്ങനെ ഒരു കൂട്ടായ്മയായിട്ട് ദൈവം നമ്മളെ ആക്കട്ടെ. കർത്താവെ സ്തുതിക്കുന്നു, ബോധപ്പെടുത്തുന്നു. നമുക്ക് തന്ന വചനങ്ങൾക്ക് വേണ്ടി സ്തുതിക്കുന്നു കർത്താവെ. ഞങ്ങൾ ഓർപ്പിച്ച് ഈ കാര്യങ്ങൾ എഴുതി വെച്ചിരിക്കുന്നതെല്ലാം ഞങ്ങൾക്ക് മനസ്സിലാക്കി അതുപോലെ ആയിത്തീരാനാണല്ലോ കർത്താവ് ഞങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. സവിതയുടെ ഒരു ജീവിത സാക്ഷ്യം ഞങ്ങൾക്ക് സ്തോത്രം ചെയ്തു കർത്താവെ. അങ്ങനെ അതുപോലെ ഞങ്ങളെ ഓരോരുത്തരും ഞങ്ങളുടെ ജീവിതം അങ്ങ് ഞങ്ങളെ വിളിച്ചതിന്റെ കർത്താവ് ഇത്ര വില കൊടുത്ത് അങ്ങയുടെ സ്വന്തമാക്കി തീർന്നപ്പോൾ നിങ്ങൾ പോയി ഫലം കായ്ക്കാൻ ആ കർത്താവ് ആ നിലനിൽക്കുന്ന ഫലമാവുന്നിരിക്കുന്നത്. കർത്താവെ ഞങ്ങളുടെ ഫലം ആ രീതിയിൽ കർത്താവെ ആയിത്തീരാൻ ഞങ്ങൾ ഓരോരുത്തരെയും കർത്താവ് വില കൊടുത്താന്നല്ല വാങ്ങിച്ചത്. അങ്ങക്ക് വലിയ പ്ലാൻസ് ഉണ്ട് കർത്താവ്. ഇത്ര വില കൊടുത്തപ്പോൾ അങ്ങ് ഒരു പ്ലാൻ ഇല്ലാതെ ഇല്ല, അങ്ങയുടെ ശക്തിയിലും അങ്ങയുടെ കൃപ നിറച്ച് തരാനാണല്ലോ അങ്ങ് കാത്തിരിക്കുന്നത്. ആ കൃപ ഞങ്ങൾ സ്വന്തമാക്കി എടുത്ത് ഞങ്ങൾ ഒരു അനുഗ്രഹിക്കപ്പെട്ട ജീവിതം ഞങ്ങളെ ഓരോരുത്തർക്കും നയിക്കാനുള്ള കൃപ തന്നെ പ്രാർത്ഥിക്കുന്നു. യെസ് ലോർഡ്, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നതിന് വേണ്ടി സ്തുതിക്കുന്നു. ഞങ്ങൾ ഓർപ്പിച്ച സത്യങ്ങൾക്ക് വേണ്ടി സ്തോത്രം. ഞങ്ങൾ കേട്ടതിന് അനുസരിച്ച് ഞങ്ങൾ ജീവിക്കാനുള്ള ഉത്തരവാദിത്തം കൊണ്ട് കർത്താവ് ഞങ്ങൾ ഓർപ്പിച്ചതിന് വേണ്ടി സ്തോത്രം. പ്രാർത്ഥന കേട്ട ഉത്തരം നൽകിയതിന് വേണ്ടി സ്തുതിക്കുന്നു. മഹത്വം എടുക്കണമേ. യേശു കർത്താവിന്റെ നാമത്തിൽ സ്തോത്രത്തോടെ അപേക്ഷിക്കുന്നതാണ് പിതാവേ, ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പുത്രന്റെ കൃപയും പരിശുദ്ധാത്മാവുടെ കൂട്ടായ്മയും സഹവാസവും കേട്ട വചനങ്ങളുടെ മേലും പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളുടെ മേലും, പ്രത്യേകിച്ച് സൗരൻ ഷൈൻ്റെ പ്രവർത്തനങ്ങളുടെ മേലും ഇപ്പോഴും എപ്പോഴും